റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പാർട്ട് 2 ക്ലാസ്സിലേക്ക് സ്വാഗതം. പാർട്ട് 1 ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ഒന്ന് കേട്ട ശേഷം പാർട്ട് 2 കേൾക്കുക. അപ്പോൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞു നിർത്തിയത് RBI ആക്ട് 1934 ചാപ്റ്റർ 3 സെക്ഷൻ 24 ആയിരുന്നു. മാക്സിമം ഡിനോമിനേഷൻ ₹10,000 എന്നുള്ളത്. ഒരു നോട്ടിൻ്റെ പരമാവധി മൂല്യം 10,000 രൂപയായി ഈ സെക്ഷനിലൂടെ നിശ്ചയപ്പെടുത്തുന്നു. അടുത്തത് സെക്ഷൻ 26 ലീഗൽ ടെൻഡർ ക്യാരക്ടർ. ഇന്ത്യൻ ബാങ്ക് നോട്ടുകളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസികളുടെ നിയമപരമായ സാധുതയാണ് ഈ സെക്ഷൻ വിവരിക്കുന്നത്. സെക്ഷൻ 27 നോ റീ ഇഷ്യൂ ഓഫ് സോൾഡ് നോട്ട്സ്. കീറിയതോ വികൃതമായതോ അമിതമായി മുഷിഞ്ഞതോ ആയ നോട്ടുകൾ വീണ്ടും പുറത്തിറക്കരുത് എന്ന് ഈ സെക്ഷനിലൂടെ പറയുന്നു. അടുത്തത് സെക്ഷൻ 28 എക്സ്ചേഞ്ച് ഓഫ് ഡാമേജ്ഡ് നോട്ട്. കേടായതും അപൂർണമായതുമായ നോട്ടുകൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ രൂപീകരിക്കാൻ RBIയെ അനുവദിക്കുന്നു. അടുത്തത് സെക്ഷൻ 31 ഇന്ത്യയിൽ ആവശ്യപ്പെടുമ്പോൾ പണം നൽകാവുന്ന പ്രോമിസറി നോട്ടുകൾ പുറത്തിറക്കാനും സ്വീകരിക്കാനും RBIക്കോ കേന്ദ്ര സർക്കാരിനോ മാത്രമേ കഴിയൂ എന്ന് ഈ സെക്ഷനിലൂടെ വ്യക്തമാക്കുന്നു. അടുത്തത് സെക്ഷൻ 42 CRR മാൻഡേറ്റ് ഫോർ ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ കരുതൽ ധനത്തെ പറ്റിയാണ് ഈ സെക്ഷനിലൂടെ പറയുന്നത്. അടുത്തത് സെക്ഷൻ 42(1) CRR ബേസ്ഡ് ഓൺ NDTL. സെക്ഷൻ 42(1) അനുസരിച്ച് ഓരോ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും RBIയിൽ ഒരു ശരാശരി ദൈനംദിന ബാലൻസ് നിലനിർത്തണം. ഇത് ഇന്ത്യയിലെ അവരുടെ NDTLന്റെ ഒരു നിശ്ചിത ശതമാനം ആയിരിക്കും. NDTLനെ പറ്റിയും CRRനെ പറ്റിയും SLRനെ പറ്റിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സെക്ഷൻ 45U. സെക്ഷൻ 45U ഡിഫൈൻസ് certain financial terms. സെക്ഷൻ 45U റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇൻസ്ട്രുമെൻറ്റ്സ്, സെക്യൂരിറ്റീസ് എന്നിവയെ പറ്റിയുള്ള ചില ഡെഫിനിഷൻസ് ആണ് ഉള്ളത്. ഇത്രയും കൊണ്ട് നമ്മുടെ RBI ആക്ട് 1934 കീ സെക്ഷൻസ് എന്നുള്ള ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് റിപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം. Repo rate is the interest rate at which Central Bank of a country lends money to commercial banks. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം കടമെടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അടുത്തതായി MSF മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ബാങ്കുകൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റിലേക്ക് റിസർവ് ബാങ്കിൽ നിന്നും പണം കടമെടുക്കാനുള്ള സൗകര്യത്തെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അഥവാ MSF എന്ന് പറയുന്നത്. ലിക്വിഡിറ്റിക്ക് തീവ്രമായ ക്ഷാമം നേരിടുമ്പോൾ ബാങ്കുകൾക്ക് ഈ ഒരു റിസർവ് ബാങ്കിൻ്റെ ഈ ഒരു ഫെസിലിറ്റിയെ സൗകര്യപ്പെടുത്താം. സാധാരണ റിപ്പോ നിരക്കിനേക്കാൾ അല്പം ഉയർന്ന നിരക്കായിരിക്കും MSFൻ്റെ നിരക്ക്. അടുത്തതായി NDTL. NDTLൻ്റെ പൂർണ്ണരൂപം നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്നതാണ്. NDTLൻ്റെ നിശ്ചിത ശതമാനമാണ് ബാങ്കുകൾ CRR ആയും SLR ആയും റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നത്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ആ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് തന്നെയാണ്. കാരണം ഒരു നിക്ഷേപകൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് തിരികെ നൽകാൻ ബാങ്ക് ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഡെപ്പോസിറ്റിനെ എല്ലായ്പ്പോഴും ബാങ്കിൻ്റെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നു. അതിനാൽ CRRഉം SLRഉം കണക്കാക്കാനുള്ള അടിസ്ഥാനമായി NDTLനെ നമുക്ക് കണക്കാക്കാം. അടുത്തത് CRR
CRR എന്നാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ്. ഒരു ബാങ്കിൻ്റെ NDTLൻ്റെ ഒരു ഭാഗം RBI പണമായി നിർബന്ധമായും സൂക്ഷിക്കണം. ഈ പണത്തിന് ബാങ്കിന് പലിശയൊന്നും RBIയിൽ നിന്നും ലഭിക്കുകയില്ല. പണലഭ്യത നിയന്ത്രിക്കുന്നതിനുള്ള RBIയുടെ ഒരു പ്രധാന പണനയ ഉപകരണമാണ് അഥവാ മോണിറ്ററി പോളിസിയാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അടുത്തതായി SLR. ഒരു ബാങ്കിൻ്റെ NDTLൻ്റെ ഒരു നിശ്ചിത ശതമാനം പണം, സ്വർണം അല്ലെങ്കിൽ അംഗീകൃത സർക്കാർ സെക്യൂരിറ്റികൾ പോലുള്ള എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്ന ആസ്തികളായി നിർബന്ധമായും RBI നിലനിർത്തണം. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് നമ്മുടെ RBI ആക്ട് 1934ൻ്റെ സെക്കൻഡ് പാർട്ട് അവസാനിക്കുകയാണ്. ഈ രണ്ട് പാർട്ടുകളെ പറ്റിയുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് 3യിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.